പെട്ടെന്ന് പൂക്കും കേട്ടോ. ഇത് ചെടികൾക്കെല്ലാം ഏത് ചെടിക്കും നല്ലതാണ്. ഇത് 15 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇത് ചെടി ചുവട്ടിൽ ഒഴിക്കുന്നതല്ല, പൂക്കൾ കുറേ നാൾ നിൽക്കാനും ഒക്കെ നല്ലതാണ്. ഹായ്, നോക്കിയാൽ നമ്മുടെ ബൊഗൈൻവില്ല നിൽക്കുന്നുണ്ടോ? പൂവൊന്നും ആയിട്ടില്ല. ശരിക്കും ബൊഗൈൻവില്ല ഇപ്പോൾ പൂത്ത് നന്നായിട്ട് വരേണ്ടതാണ്. പക്ഷേ മഴ ആയതുകൊണ്ട് തന്നെ പലരുടെയും വീട്ടിൽ പൂക്കൾ കുറവായിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പൂക്കാനായിട്ട് എന്തൊക്കെ വളങ്ങളാണ് ചെയ്യേണ്ടതെന്നും എന്താണ് ഇതിൻ്റെ പരിചരണമെന്നും ഒക്കെ നോക്കാം. ഇത് നോക്കിയാൽ നമ്മളെ വലുതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കിയാൽ നമ്മുടെ വലിയ ചട്ടിയിലുള്ള ബൊഗൈൻവില്ലയാണ് കേട്ടോ. ഇതെല്ലാം നല്ല വലുതായിട്ട് നിൽക്കുന്നതാണ്. എപ്പോഴും വലിയ ശിഖരങ്ങളും വലുതായിട്ട് പോവുകയും ചെയ്യുന്നതാണ്. ഞാനത് തീരെ ചെറുതായിട്ട് അങ്ങ് നിർത്താറില്ല. ഇത് വലിയ ചട്ടിയിൽ വലുതായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെറിയ രീതിയിലൊക്കെ പ്രൂൺ ചെയ്ത് ചെറിയ ചട്ടിയിലൊക്കെ വെക്കുന്നത് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ വലിയ പ്ലാന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഇതൊക്കെ പ്രൂൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൂൺ ചെയ്തതാണെങ്കിലും ഇതിൻ്റെ പല ശിഖരങ്ങളും നല്ല വലുതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനി വെറുതെ പ്രൂൺ ചെയ്ത് ഇനിയും ചെറുതാക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് വെട്ടിക്കളയാതെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിന് വളവിട്ട് കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ആദ്യം നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്യാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക. അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില ശിഖരങ്ങൾ ഇത് ഉണങ്ങി നിൽപ്പുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉണങ്ങിയ ശിഖരങ്ങളും ഒക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഇതുപോലെ വലുതായിട്ട് നിൽക്കുന്ന ഒന്നും കട്ട് ചെയ്യണ്ട കേട്ടോ. ഇത് ഉണങ്ങി താഴോട്ട് പോകാതിരിക്കാൻ നോക്കണേ. ഉണങ്ങി വരുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ രീതിയിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ സാഫ് ഒന്ന് ആ കട്ടിങ്ങിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. മഴയൊക്കെ പെയ്ത് അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പം അത് ചിലപ്പോൾ ഫംഗസ് വന്ന് ചെടി മോശമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് ഉണങ്ങി നിൽക്കുന്ന ശിഖരങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഇതിലെല്ലാം ശിഖരങ്ങൾ ഇതുള്ളതാണ്. ഇതൊക്കെ ഉണങ്ങി നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇതിലാണെങ്കിലും നമുക്ക് ഒരു കമ്പ് വന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒത്തിരി ശിഖരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് വളച്ച് ഇതിനകത്ത് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം റൗണ്ടിൽ വരികയും ഈ ഓരോ തളർപ്പിൽ നിന്നും ശിഖരങ്ങൾ വരികയും ചെയ്യും. അത് മുഴുവൻ നല്ല രീതിയിൽ പൂക്കളാകുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ കയർ എടുത്തിട്ടുണ്ട്. കയർ വെച്ച് കെട്ടിക്കൊടുക്കുകയാണേ. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് 1-2 കെട്ടി കൊടുത്താൽ മതി. ബാക്കി ഇതിലേക്കൊക്കെ നമുക്ക് ഉടക്കി നിർത്താൻ പറ്റും. ഇത് മുള്ളുള്ളത് കൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങ് കണക്റ്റായി നിന്നോളും. നോക്കിയേ, ഇത് ഞാനിതുപോലെ എല്ലാം വളച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ മുകളിലേക്ക് നിൽക്കുന്നത് നമുക്ക് ചെറുതായിട്ട് നമ്മൾ അങ്ങനെ വളച്ച് വെക്കേണ്ടാത്തതെല്ലാം ചെറുതായിട്ട് അതിൻ്റെ ശിഖരങ്ങളൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒത്തിരി ശിഖരങ്ങൾ വേറെ വരും. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ വളച്ച് വെക്കാനായിട്ട് പറ്റാത്തതാണ്. അപ്പോൾ അല്ലാത്തത് പിന്നെ നമുക്കൊരു ഷേപ്പ് വന്നതായിട്ട് തോന്നാത്തതെല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി ഇനിയിപ്പോൾ ഒരു ബോൾ പോലെ നല്ല ഭംഗിയായിട്ട് വരും. ഇതൊന്നും കട്ട് ചെയ്ത് കളയുകയും വേണ്ട, നിറയെ പൂക്കൾ വരും. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതുപോലെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ ഇപ്പോൾ അതങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ വളം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും രാസവളം മാത്രമല്ല, നമ്മൾ ജൈവവളം കൂടി ഇട്ട് കൊടുക്കണം. സാധാരണ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ കൂട്ടുവളമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് കൂട്ടുവളം എന്ന് പറയുന്നത്. ഇത് എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ലെതർ മീൽ, ബോൺ മീൽ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചേർന്ന ഒരു വളമാണ്. അപ്പോൾ ഇത് ഞാൻ ഓരോ പിടി എല്ലാത്തിൻ്റെയും ചുവട്ടിലിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പം മണ്ണ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോട്ടി മിക്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പോട്ടി മിക്സിൽ നമ്മൾ ഇതെല്ലാം ചേർത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ വളം ഇടുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇതിനകത്ത് നമ്മൾ ശരിക്കും ചാണകപ്പൊടി, പെർലൈറ്റ്, വെർമിക്കുലേറ്റ്, പിന്നെ മണ്ണ്, ഈ കൂട്ടുവളം, ഇതെല്ലാം കൂടെ ഉള്ളൊരു മിക്സാണ്. അപ്പോൾ ഇത് ആവശ്യത്തിന് നമ്മൾ ഈ ചെടിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ബൊഗൈൻവില്ലയ്ക്ക് പറ്റിയതാണ്. ബൊഗൈൻവില്ലയ്ക്ക് മാത്രമല്ല, റോസിനും ചെടികൾക്കും എല്ലാം പറ്റിയ പോട്ടി മിക്സാണിത്. ഇത് നമ്മുടെ കയ്യിലുണ്ട്. വെബ്സൈറ്റിൽ ഞാൻ വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ കയറി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മണ്ണിട്ട് കൊടുക്കുക.
ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിനകത്തിപ്പം ആവശ്യത്തിന് മണ്ണിട്ട് കൊടുക്കുക. എപ്പോഴും മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഇത് മണ്ണ് ഈ ഒരു ലെവലിന് താഴെ നിൽക്കാൻ നോക്കണം. ഒത്തിരി മണ്ണിട്ട് കൊടുക്കരുത്. നമുക്ക് വീണ്ടും ഇതുപോലെ മണ്ണും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലെവലിൽ വേണം എപ്പോഴും മണ്ണ് വരാനായിട്ട്. നോക്കി ഇതിനകത്തും മണ്ണ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മണ്ണ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിനകത്ത് വളമുള്ളത് കൊണ്ടാണ് ഞാൻ വളം പ്രത്യേകിച്ച് ഇടാത്തത്. അല്ലെങ്കിൽ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കൂട്ടുവളമൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാലേ നല്ല രീതിയിൽ ചെടികൾ വളർന്ന് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് പൂക്കാനായിട്ട് ഞാൻ നോക്കിയാൽ ഇതുപോലെ ഡാപ്പാണ്, ഡയമോണിയം ഫോസ്ഫേറ്റ്, DAP എന്ന് പറയും. ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയെങ്കിലും നമുക്ക് ചെടിയിൽ ഇട്ട് കൊടുക്കണം. ഇത് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ തണ്ടിൽ മുട്ടാത്ത രീതിയിൽ അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു മാസത്തിലൊരിക്കലൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ഇലയുടെ വളർച്ചയ്ക്കും നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളരാനും ഇത് എപ്സം സോൾട്ടാണ്, മഗ്നീഷ്യം സൾഫേറ്റാണ്. ഇത് നമുക്ക് ഒരു ടീസ്പൂൺ നമുക്കൊരു ചെടി ചുവട്ടിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇടുന്നില്ല. ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴൊക്കെയാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മളൊരു മാസത്തിലൊരിക്കൽ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊരു 15 ദിവസം കഴിഞ്ഞ് ഞാൻ ഇനി ഇതിടുന്നുള്ളൂ. നിങ്ങൾ ഇത് ഇട്ടിട്ടില്ല എങ്കിൽ ഇന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെടി വളരാനും നല്ല ഇലച്ചിലുണ്ടാകാനും നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളരാനും പൂക്കൾ കുറേ നാൾ നിൽക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ആവശ്യത്തിന് വളമിട്ടു. ഇത് നന്നായിട്ടെല്ലാം കെട്ടിക്കൊടുത്തു. ഇനി നന്നായിട്ട് ഭംഗിയായിട്ട് പെട്ടെന്ന് പൂക്കാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇതിൽ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ റോസിന് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. പെട്ടെന്ന് പൂക്കും കേട്ടോ. ഇത് ചെടികൾക്കെല്ലാം, ഏത് ചെടിക്കും നല്ലതാണ്, പൂക്കാനുള്ള ചെടികൾക്കെല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ കവറിനകത്തുനിന്ന് മാറ്റി ഒരു കുപ്പിക്കകത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതെ, ഇത്രയും മതി കേട്ടോ. ഇതാണ് സംഭവം. ഇത്രയും മതിയാവും 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ ഇത് 40% ഇതിനകത്ത് പൊട്ടാസ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് പൂക്കുന്നത്. പിന്നെ നൈട്രജൻ 10% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പ് ഒക്കെ നിലനിർത്താനും പെട്ടെന്ന് പൂക്കാനും നല്ലതാണ്. ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായം പറയാൻ മറക്കണ്ട. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇതിൻ്റെ എല്ലാം വളപ്രയോഗങ്ങൾ വരുന്നത്. നിങ്ങൾ ഏത് വളം ആണ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് പ്രയോജനം ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുത്ത് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് 15 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇത് 1 ടീസ്പൂൺ ഉണ്ടെങ്കിൽ തന്നെ 1 ലിറ്ററിനാണ്. അത് ഒത്തിരി ചെടികൾക്ക് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ചെടി ചുവട്ടിൽ ഒഴിക്കുന്നതല്ല, നമ്മൾ ഇതിൻ്റെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇലകളിലും ഒന്ന് വീഴത്തക്ക രീതിയിൽ നല്ല ഭംഗിയായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാ ശിഖരത്തിൽ നിന്നും നിറയെ പൂക്കൾ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ, ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് വേണമെങ്കിൽ ഞാൻ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ സ്പ്രേയറോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം നിർത്താം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ബൊഗൻവില്ലയുടെ സമയമാണ്. എല്ലാവരുടെയും വീട്ടിൽ നിറയെ ബൊഗൻവില്ല നിൽക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.